In the iceberg theory, ഏറ്റവും താഴെ കിടക്കുന്ന ടിപ്പിൽ ഒരു $4 ഉണ്ട്, ഒരു 250 റുപ്യ. ആ 250 റുപ്യാണ് ഇന്ന് എന്നെ എവിടെയാണ് എത്തിച്ചിട്ടുള്ളത്. നമ്പർ 1, നിങ്ങൾക്ക് ആ ഹങ്കർ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ആ തേഴ്സ്റ്റ് ഉണ്ടായിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അവിടെ നമ്പർ 1 എത്താൻ പറ്റുള്ളൂ. വാട്ട് യു ഹാവ് ടു ലേൺ ഇസ്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഫെയിൽ. മാർഷൽ ആർട്സിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ കരിയർ ആരംഭിച്ചതെങ്കിലും ഇന്ന് നിങ്ങളൊരു വെൽ നോൺ സ്പീക്കറാണ്, വെൽ നോൺ, ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. 48ഓളം രാജ്യങ്ങളിൽ ട്രെയിനിങ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു വോയേജിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കരിയർ പാത്ത് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖല ഏതാണ്? എങ്ങനെ നിങ്ങൾക്കൊരു ലോകം അറിയപ്പെടുന്ന തലങ്ങളിലേക്ക് മലയാള മണ്ണിൽ നിന്നും എത്താൻ കഴിഞ്ഞു? Okay, thank you very much, Bisher, for giving me this opportunity. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മാർഷൽ ആർട്സ് എന്നാണ്. ഇപ്പൊ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ലീഡർഷിപ്പ് എംപവർമെന്റ് കോച്ച് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ ആ ഒരു റേഞ്ച് അത് ഒരു നോർമൽ ഗ്രോത്ത് അല്ലായിരുന്നു. ദർ വാസ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ മൈ ലൈഫ്. അത് എല്ലാവർക്കും ഉണ്ടാവണം. എനിക്ക് എത്രയോ പ്രാവശ്യം ഞാൻ ഡൗണിലേക്ക്, ഡീപ് ഡിച്ചിലേക്ക് പോയിട്ടുണ്ട് ലൈഫിൽ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ, ഞാൻ എന്റെ ടീച്ചേഴ്സിനെ പഠിച്ചതും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം, നമ്മൾ ജീവിതത്തിൽ ഒരേ ട്രെൻഡിൽ പോകാൻ പാടില്ല. വി ഗോട്ട് ടു ചേഞ്ച് അവർ ട്രെൻഡ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എല്ലാവരും സ്റ്റുഡന്റ് അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ സ്റ്റുഡന്റ് കോളേജ് ആ ഒരു ഫ്രെയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ഫ്രെയിം, നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്ന ഏതെങ്കിലും ജോബിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. തേർഡ്, പിന്നെ കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, ഗ്രോത്ത് ഒക്കെ. പിന്നെ ലാസ്റ്റിലായിരിക്കും നിങ്ങളുടെ ഇത്, പിന്നെ റിട്ടയർമെന്റ് ആയിരിക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പിക്ചർ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. നിങ്ങൾ ഒരു സെഗ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ചേഞ്ചിന് വേണ്ടി റെഡി ആയിരിക്കണം. അതല്ല, നിങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റിൽ നിന്ന് അതേപോലെ നിൽക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ തല്ലി പുറത്താക്കും. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് ആ സ്ഥാനങ്ങൾ മറ്റുള്ളവർ കൊടുത്തിരിക്കണം. നിങ്ങൾ ആ ഒരു ഫ്രെയിമിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നല്ല ടോപ്പ് ആയിരിക്കണം. അപ്പൊ ലെറ്റ് മി ഗോ ബാക്ക് ടു മൈ സ്റ്റോറി. ഇപ്പൊ ഞാൻ തുടങ്ങിയത് ഒരു സ്റ്റുഡന്റ് ആയിട്ടുള്ള, സ്റ്റുഡന്റ് വെച്ചാൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് പല പ്രാവശ്യം തോറ്റ ഒരു സ്റ്റുഡന്റാണ് ഞാൻ. കേന്ദ്രീയ വിദ്യാലയം എന്ന് പറഞ്ഞ സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. സ്കൂളുകളിൽ പോയിട്ട്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സിനിമ കണ്ടിട്ടും ക്ലാസ് കട്ട് ചെയ്തിട്ടും ബ്രൂസിലിന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് അതിൽ കൂടെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആവാനും ഫിലിം ആക്ടർ ആവാനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് സിനിമ കണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. 8ാം ക്ലാസ്സിൽ പിടിച്ച് പുറത്താക്കി. മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. ലാസ്റ്റിൽ തിരൂരാണ് ഞാൻ. തിരൂരിലുള്ള ലോക്കൽ സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ പിന്നീട് വന്ന് ചേർന്നിട്ട് ഞാൻ മലയാളം പഠിച്ചിട്ട് 10ാം ക്ലാസ് തോറ്റതിന് ശേഷം ട്യൂഷൻ സെന്ററിൽ പോയിട്ട് പിന്നെ പാസ്സായ വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇത് പറയാൻ വരുന്നതെന്ന് വെച്ചാല്, നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വരുന്നത് മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ടാണ്. മാർഷൽ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാൻ എന്റെ കരിയർ കുറച്ച് ഡെവലപ്പ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് തോന്നി ആ മാർഷൽ ആർട്സിന് സെക്കൻഡ് ലെവലിലേക്ക് മാറണം. സോ ഐ ചേഞ്ച് ഫ്രം ദർ. അവിടുന്ന് പിന്നെ ഞാൻ പോയത് അയാറ്റ ട്രെയിനിങ്ങിലേക്കാണ്. അയാറ്റ ട്രെയിനിങ്ങിൽ ചേർന്നിട്ട് പിന്നെ അതിൽ ടോപ്പ് ആവാൻ നോക്കി. അതിൽ ടോപ്പ് ആയി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി ഓക്കെ, നൗ ഐ നീഡ് ടു ചേഞ്ച് ഫ്രം ദർ. അതിന് പിന്നെ ചേഞ്ച് ചെയ്തത് എയർലൈൻസിൽ ടോപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. എയർലൈൻസിൽ ടോപ്പ് ആയതിനു ശേഷം പിന്നെ എനിക്ക് തോന്നി ദാറ്റ്സ് ഇനഫ്, നൗ ലെറ്റ് മീ മൂവ്. അങ്ങനെയാണ് പിന്നെ ലീഡർഷിപ്പിലേക്ക് വന്നത്. ഇപ്പൊ ലീഡർഷിപ്പിൽ നമ്പർ 1 ആവാനുള്ള ആഗ്രഹത്തിലാണ്. എപ്പോഴും ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതും, ഞാൻ എപ്പോഴും എന്റെ സ്റ്റുഡൻസിനോടും എല്ലാവരോടും അസോസിയേറ്റ്സിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഓൾവേസ് ഗോ ടു ദ ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിനെ പഠിക്കാൻ പാടുള്ളൂ. ഇപ്പൊ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ തന്നെ എന്റെ റോൾ മോഡൽ വെച്ചാൽ ബ്രൂസ്ലി ആയിരുന്നു. അതിന് താഴെ, ബ്രൂസ്ലിന് താഴെ എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ അവരൊന്നല്ല ഞാൻ കണ്ടില്ല, ഞാൻ ബ്രൂസ്ലിനെ കണ്ടിട്ടുള്ളത്. അതേ സമയത്ത് ഞാൻ പിന്നീട് എന്റെ കരിയർ മാറിയപ്പം അയാറ്റയിലേക്ക് വന്നപ്പം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്പർ 1, വേൾഡിൽ നമ്പർ 1 ആവണം എന്നുള്ളതാണ്. 8 ലോക റെക്കോർഡ് എനിക്ക് അയാറ്റയിൽ കിട്ടി. കഴിഞ്ഞ 20 വർഷമായിട്ട് എന്റെ അത്ര ക്വാളിഫിക്കേഷൻ, 41 ക്വാളിഫിക്കേഷൻ ലോകത്ത് ഇന്ന് വരെ ആർക്കും ഇല്ല. കാരണം ഞാൻ എന്റെ സെറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. 3ാമത്തെ വന്നപ്പോൾ മാർഷൽ ആർട്സിന് തന്നെ വേൾഡിൽ നമ്പർ 1 ആവണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് വേൾഡ് അംബാസിഡറായി മാറിയത്. ഏറ്റവും വലിയ കരാട്ടെ ഓർഗനൈസേഷൻ വേൾഡിലെ അവരെ ഏഷ്യൻ അംബാസിഡറായിട്ട് മാറി. പിന്നെ അയാട്ടെ കഴിഞ്ഞ് എയർലൈൻസിൽ വന്നപ്പോൾ എയർലൈൻസിൽ നമ്പർ 1 ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ആഗ്രഹം ഉള്ളത് ലീഡർഷിപ്പിൽ നമ്പർ 1 ആവണമെന്നുള്ള. ഓരോ സെഗ്മെന്റ് ഞാൻ വിടുമ്പോഴും ഞാൻ അതിൽ ആ ലീഡർഷിപ്പ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുക ചെയ്യാം. അത് ഞാൻ ഒരിക്കലും, ഇന്ന് ഞാൻ കരാട്ടയിൽ ഒന്നുമല്ല, ഇന്ന് ഞാൻ അയാറ്റയിൽ വേൾഡ് റെക്കോർഡ് ഉണ്ടെങ്കിൽ ഞാൻ അത് എന്റെ പാർട്ട് ഓഫ് ലിവിങ് അല്ല, അത് ഞാൻ വിട്ടുകൊടുത്തിട്ടുണ്ട്, വേറെ ആരും ചെയ്തോട്ടെ എന്നുള്ളത്. എയർലൈൻ എന്നുള്ള സെഗ്മെന്റ് ഇന്ന് ഞാൻ ഇല്ല. എനിക്ക് ഇന്നും എയർലൈൻസിൽ നിന്ന് ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എനിമോർ, ബിക്കോസ് ആ സെഗ്മെന്റ് ഇന്നില്ല. ബിക്കോസ് ഐ ഹാവ് ചേഞ്ച്. യു ഗോട്ട് ടു ചേഞ്ച് വിത്ത് ദ ടൈം. നിങ്ങൾ മാറിയില്ലെങ്കിൽ, നിങ്ങളുടെ കാലത്തിനനുസരിച്ച് നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ടേസ്റ്റ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആ ബാക്കിലോട്ടാ പോകുന്നത്. സോ യു ഗോട്ട് ടു ചേഞ്ച് വിത്ത് യുവർ ഏജ്, വിത്ത് യുവർ നോളജ്, വിത്ത് യുവർ വിസ്ഡം. യു ഗോട്ട് ടു ചേഞ്ച്. സോ നൗ ഐ എം ഇൻ എ ഡിഫറെന്റ് വേ.
ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒക്കെ തുടക്കം നിങ്ങൾ പറഞ്ഞത് കരാട്ടയിൽ കൂടെ ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അത് തുടങ്ങിയിട്ടുള്ളത് വെറും ഒരു $4 അല്ലെങ്കിൽ 250 രൂപയുടെ ഒരു വാച്ച് വിറ്റിട്ടാണ് എന്റെ ജീവിതം ഞാൻ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ ടോപ്പിലുണ്ടെങ്കിലും ആൾക്കാർ ഇതാണ്, ജനങ്ങൾ ഇതാണ് കാണുന്നത്. ഫറൂഖ് സെൻസെ is well known, he has gone to more than 48 countries and conducted training and leadership programs and so forth. That's not the truth. The truth is that നിങ്ങൾക്ക് ഐസ്ബർഗ് തിയറി അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഐസ്ബർഗ് തിയറിയിൽ ഏറ്റവും താഴെ കിടക്കുന്ന ടിപ്പിൽ ഒരു $4 ഉണ്ട്, ഒരു 250 രൂപ ഉണ്ട്. ആ 250 രൂപയാണ് ഇന്ന് എന്നെ എവിടെയാണ് എത്തിച്ചിട്ടുള്ളത്. So that is my story from where I started and where I am right now. മാർഷൽ ആർട്സിൽ വന്നതിന് ശേഷം യു ഗെയിൻ കോൺഫിഡൻസ്. ഐ തിങ്ക് ആ കോൺഫിഡൻസ് നേടിയതാണ് നിങ്ങളുടെ വോയേജിലേക്ക് ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിവില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏതൊരു മേഖലയിലേക്ക് പോകാനുള്ള ഒരു ഇൻസൈറ്റ് നമ്മളിലേക്ക് വരുന്നു. കോൺഫിഡൻസ് ആണ് ഒരു കീ ഓഫ് യുവർ സക്സസ് എന്ന് തോന്നുന്നു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? Absolutely. നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും കോൺഫിഡൻസ് ഇസ് ദ കീ എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ക്ലാരിറ്റി. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2 ഇസ് competency. Clarity, competency, consistency. This is called the triangle. അപ്പൊ ഈ കോമ്പറ്റൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ നോളജ് എല്ലാത്തിനും കൂടെ സയന്റിഫിക് ആയ വേയിൽ മാർക്കറ്റിന് പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. നിങ്ങൾക്ക് നോളജിനായിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നോളജ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നിന്ന് കിട്ടും ഒരുപാട്. അതിൽ ബംപാർട്ട് ചെയ്യണം, ഇൻഫർമേഷൻസും ഡേറ്റാസും ബംപാർട്ട് ചെയ്യണം. ആ ഇൻഫർമേഷൻ അല്ലെ ആ ഡേറ്റ നിങ്ങൾ ഇൻഫർമേഷൻ ആക്കി മാറ്റണം. ആ ഇൻഫർമേഷന് പിന്നീട് നിങ്ങൾ നോളജ് ആക്കി മാറ്റണം. ആ നോളജിനെ പിന്നെ നിങ്ങൾ ഇൻസൈറ്റ് ആക്കി മാറ്റണം. ആ ഇൻസൈറ്റിനെ പിന്നെ നിങ്ങൾ വിസ്ഡം ആക്കി മാറ്റണം. അതായിരിക്കും നിങ്ങളുടെ ബ്രാൻഡ്. നിങ്ങളെല്ലാം പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്താ പറയുന്നത്. ആൾക്കാർക്ക് അതിന് ആവശ്യമില്ല. എല്ലാം ക്രോഡീകരിച്ചിട്ട് നിങ്ങൾക്ക് ആ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ, what you call the wisdom ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുമ്പോട്ട് വെക്കാൻ പറ്റും. ആർക്കാ വിസ്ഡം ഉണ്ടാവുക? who has done that with the courage and the confidence to work it out. ആരാണ് അത് കറേജോട് വർക്ക് ചെയ്യുന്നത്? സോ യു നീഡ് ടു ഹാവ് ആ കോമ്പറ്റൻസി ആകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വിസ്ഡം ഉണ്ടായിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, കോമ്പറ്റൻസി ഉണ്ടായിരിക്കണം, പിന്നെ ഉള്ളത് കറേജും കോൺഫിഡൻസും. ഈ 2 സാധനം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് കറേജും കോൺഫിഡൻസും ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കാനും പോകില്ല. സോ ഓൾ ദിസ് പാക്ക് ടുഗദർ, അതാണ് നിങ്ങൾ ആരാ ചോദിച്ചത്? യു ഹാവ് ടു ബി എ പേഴ്സൺ ഓഫ് കോൺഫിഡൻസ്, യു ഹാവ് ടു ബി എ പേഴ്സൺ ഓഫ് കറേജ്. ആ രണ്ടില്ലാത്ത നമ്മൾ നോക്കുക. ചിലപ്പോൾ യേശുദാസിനെക്കാളും നന്നായി സിംഗ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരിക്കാം. അവരെന്തുകൊണ്ട് യേശുദാസ് ആയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് യേശുദാസിനെക്കാളും നന്നാവാൻ പറ്റിയില്ല എന്നല്ല. നമ്പർ 1, they didn't have the courage, they didn't seek opportunity. Number 2 and number 3, they didn't have the confidence to go and seek for an opportunity. ഏതൊരു നടൻ നോക്കിക്കഴിഞ്ഞാലും, ഏതൊരു ഇൻഡസ്ട്രിയിൽ വിജയിച്ച ഒരാളെ നോക്കിക്കഴിഞ്ഞാലും അയാൾ ആ കോൺഫിഡൻസിലും ആ ഡോർ ഷട്ട് ചെയ്തിട്ട് എത്രയാ മുമ്പിൽ ചിലപ്പോൾ മമ്മൂട്ടിന്റെ, മോഹൻലാലിന്റെ, ചിലപ്പോൾ നിങ്ങൾ കാണുന്ന സുരേഷ് ഗോപിന്റെ എല്ലാവരുടെ മുഖത്തൊക്കെ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടാവും. ഏറ്റവും ടോപ്പ് സെയിൽസ് പേഴ്സന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് ഈ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഷട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ they had the courage to go and knock the door again. And number 2, they had the confidence to go back again and again. Only if you have these 2 things, you will take your step. ഇത് രണ്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റെപ്പ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയെല്ലാം വരൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫ്ലോ ചെയ്യാൻ തുടങ്ങും. Bruce Lee പറഞ്ഞു അല്ലേ, it starts flowing like water. But the thing is that you have to keep the first 2 steps. Number 1 is courage. Number 2 is confidence. You got to be very clear about where you're hitting the ball. That's very important. ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നമുക്കറിയാം, പ്രത്യേകിച്ച് മലയാളികളൊക്കെ വീട്ടിൽ ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണ്. ശരിക്കും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്. ശരിക്കും നമ്മൾ ഇതിനെ ഓപ്പർച്യൂണിറ്റീസ് കൺവേർട്ട് ചെയ്യണില്ല. What is your experience? What is your opportunities came in this COVID-19 days? See, one thing, let me tell you, and I'm being very honest here. Innod pala alkku choichu, tell me Sensei, how is it affecting your career or your business? I'll tell you, for me, ഞാൻ എല്ലാവരും ഞാൻ ഇപ്പൊ ചെയ്യണം നോക്കിക്കഴിഞ്ഞാൽ ഇന്നെ എഫക്ട് ചെയ്തിട്ടില്ല. COVID-19 has not affected me. അത് ഈ ഒരു ഉത്തരം പറയുമ്പോൾ ഞാൻ ഒരു സെൽഫിഷ് ആൻസർ തരുന്നുള്ള അതല്ല ഞാൻ പറഞ്ഞത്. ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തുകൊണ്ട് ഇന്നെ എഫക്ട് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാല് 3 വർഷങ്ങളായിട്ട് ഞാൻ കംപ്ലീറ്റ് 100% ഓൺലൈനിൽ കൂടെ ട്രെയിനിങ്ങും കോച്ചിങ്ങും ചെയ്യുന്ന വ്യക്തിയാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് അമേരിക്കൻ ഓതേഴ്സിനെയും അവിടുത്തെ സെലിബ്രിറ്റീസിനെയും ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ വീഡിയോസ് ആണ് US കാണിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഞാൻ ചെയ്തു, ഇന്നുണ്ട്, നാളെയൊക്കെ ഉണ്ട്. അപ്പോ സോ ഐ ഹാവ് ബീൻ ഇൻ ടു ദിസ് ബിസിനസ് ഫോർ മോർ ദാൻ 3 years.
അന്ന് ഞാൻ ഓരോരുത്തരോട് ഞാൻ പറയും, why don't you come online? Why don't you have seminars and webinars? ഞാൻ എത്രയോ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് പറയുമ്പോൾ അവർ പറഞ്ഞത്, നോ, ഓൺലൈൻ നടക്കില്ല, നമുക്ക് ഫേസ് ടു ഫേസ് മീറ്റിംഗ് നടക്കുള്ളൂ, നമുക്ക് ഓൺലൈനിൽ ട്രെയിനിങ് നടക്കില്ല, ഫേസ് ടു ഫേസ്. ഇന്നെക്കാളും കൂടുതൽ ഓൺലൈനിൽ ചെയ്യുന്നത് മറ്റുള്ളവർ. ഐ എം സോ ഹാപ്പി വിത്ത് ദാറ്റ്. ചില ഗ്രൂപ്പുകളിൽ more than 1000 മെമ്പേഴ്സ് ആണ് അവര് ഓൺലൈനിൽ കൂടെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്പർ 1, യു ഹാവ് ടു ചേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾ മാറുന്നത് പോലെ തന്നെ യു ഹാവ് ടു ചേഞ്ച് ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ. നമ്മൾ സ്വാട്ട് അനാലിസിസ് എന്ന് പറയും. സ്വാട്ട് അനാലിസിൽ ഒന്നുള്ള ത്രെറ്റ് ആണ്. ത്രെറ്റ് മീൻസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്. ഒന്നുള്ള നിങ്ങളുടെ വീക്ക്നെസ് ആണ്. നിങ്ങൾ ആ വീക്ക്നെസ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ അടുത്തുള്ള വീക്ക്നെസ്, അത് ബിസിനസ്സിലെ വീക്ക്നെസ് ആവാം, നിങ്ങളെ ഇൻഡിവിജ്വലിലെ വീക്ക്നെസ് ആവാം, നിങ്ങളെ സ്റ്റാഫിലുള്ള വീക്ക്നെസ് ആവാം, അത് ബിസിനസ്സിന് അല്ലെങ്കിൽ മാർക്കറ്റിനനുസരിച്ച് നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാട്ട് ഹാപ്പൻ, യു വിൽ ഗെറ്റ് ബിഹൈൻഡ്. So now you have to think in a different way, entirely different way. You have to think is how can you bring your product to the market by bringing more of that through online. That is one thing you have to look. ഞാനൊരു entrepreneur ഇപ്പൊ recently ഞാൻ പുള്ളിന്റെ സംസാരിച്ചുകൊണ്ടിരിക്കും. പുള്ളി ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു. It is an industry which is very prime industry for a particular segment. ഇന്ന് ഞാൻ പുള്ളിനായിട്ട് സംസാരിക്കുമ്പോൾ പുള്ളി ആ ഇൻഡസ്ട്രി കംപ്ലീറ്റ് മാറിയിരിക്കുന്നു. COVID-19 ശേഷം പുള്ളി കംപ്ലീറ്റ് മാറിയിട്ട് വേറെ ഇൻഡസ്ട്രിയിലേക്കാണ് മാറിയിരിക്കുന്നത്. Why? Because he was a change agent. He applied the change. So whatever business you are in, you have to become the customer and you ask yourself, what can I do at this time? Whatever business it is. And we have open platforms ഇതിനെ കുറിച്ച് പറഞ്ഞു. ഓരോ ഇൻഡസ്ട്രിനെ എങ്ങനെ നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ട് എങ്ങനെ പുതിയതിലേക്ക് കടക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി സെയിം ആയിരിക്കും, പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് ദ ചാനൽ എങ്ങനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാന്നുള്ളതാണ്. അതാണ് നോക്കേണ്ടത്. കാരണം ഈ കാലഘട്ടത്തിൽ ഏകദേശം 5 വർഷം 10 വർഷത്തോളമായിട്ട് ഇപ്പോ ഓൺലൈൻ ബിസിനസ് ഒക്കെ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ 25 ഏജിന്റെ താഴെയുള്ള 80% ഏറ്റവും പ്രൊഡക്ടിവിറ്റി ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. ഇറ്റ്സ് റൗണ്ട് അബൌട്ട് $34 billion ബിസിനസ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. വൈ? ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ യങ് ജനറേഷൻ. അപ്പൊ ഈ യങ് ജനറേഷൻ, ഇപ്പോഴുള്ള യങ് ജനറേഷൻ പോലും അത് ആലോചിക്കേണ്ടത്, ദാറ്റ് ഇസ് ഹൗ കൻ ഐ മേക്ക് യൂട്ടിലൈസ് ഓഫ് ഓൺലൈൻ തിങ്സ്. ഇറ്റ് കുഡ് ബി ഓൺലൈൻ ഫണലിംഗ്. Online funneling on Ari but parilla. How do you do online funneling? How do you do avatar of online? You got to study all those things. Once you understand that, it becomes very easy for you to get into the market and reach where you want to reach. Very simple as that. ഈ ഒരു കോവിഡിന്റെ സമയത്താണ് ആളുകൾ ഇപ്പോൾ ഓൺലൈൻ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നത്. ഒരുപാട് ഓൺലൈൻ കോഴ്സുകളൊക്കെ ഫ്രീ ആയി, കാരണം അതിനെ ആളുകളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പോൾ ഓൺലൈനിലെ സാധ്യതകൾ, ഓൾറെഡി ഓൺലൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഓൺലൈനിലുള്ള സാധ്യതകളൊന്ന് ചുരുക്കി പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. ഓൺലൈനില് അസാധ്യമാണ്. ഞാൻ ഒരു ഇപ്പൊ എനിക്ക് ഇത് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇതാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ. ഇന്നലെ എനിക്ക് US കിട്ടിയ മെസ്സേജ് ആണ്. എന്റെ ഒരു ബുക്ക് ഉണ്ട്, ദാറ്റ്സ് കോൾഡ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞൊരു ബുക്ക്. ആ ബുക്ക് വാൾമാർട്ടിൽ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ US എന്നാണ് എന്നോട് പറയുന്നത്. ഒരു വ്യക്തി വിളിച്ച് പറയുന്നത്, സിൻസ് യുവർ ബുക്ക് ഈസ് ബീൻ സോൾഡ് ഇൻ വാൾമാർട്ട്. ആ ഒരു മെസ്സേജ് കിട്ടിയ ഉടൻ തന്നെ US എന്നുള്ള ചില ഓതേഴ്സ്, ഐ മീൻ വെരി സക്സസ്ഫുൾ ഓതേഴ്സ്, അവരൊക്കെ ഇന്ന് കേരളത്തിലേക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട് ചോദിച്ചു, നിങ്ങളുടെ ബുക്ക് എങ്ങനെ വാൾമാർട്ടിൽ എത്തി, അതിന്റെ ടെക്നിക്കാണ്. ഞാൻ പറയും എനിക്കറിയില്ല. I have no clue അത് എങ്ങനെ എത്തി എന്നുള്ള ഒരു ഐഡിയ എനിക്ക് അറിയില്ല. സോ വാട്ട് ഡസ് ദാറ്റ് മീൻ? തിരൂരിലുള്ള ചെറിയൊരു ഗ്രാമത്തിൽ ഇരിക്കുന്ന എന്റെ ബുക്ക് US വരാനുള്ള കാരണം ഒരൊറ്റ കാരണം ഓൺലൈനാണ്. സോ ഓൺലൈനിൽ വെച്ചാൽ യു ഡോണ്ട് ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റ്. നിങ്ങൾക്ക് എവിടെ എത്തിപ്പെടാം, വെദർ ഇറ്റ് ഇസ് എഡ്യൂക്കേഷൻ, വെദർ ഇറ്റ് ഇസ് പ്രൊഡക്റ്റ്, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇന്നത്തെ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം, ഹൗ ടു ബിക്കം എൻ എക്സ്പെർട്ട്. ഇന്ന് ഞാൻ ചെയ്യുന്ന വെച്ചാൽ എക്സ്പേർട്സ്, നിങ്ങൾ ഇപ്പൊ ബിഷാർ ആണെങ്കിൽ ബിഷാറിനും നിങ്ങളെ പോലത്തെ ഒരു 1000 ആൾക്കാർ എടുക്കുകയാണ്. ഈ 1000 ആൾക്കാരിൽ അവരിൽ ഒരു ക്വാളിറ്റി ഉണ്ട്, എക്സ്പെർട്ടീസ് എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ട്. അത് ചിലപ്പോൾ തുന്നലായിരിക്കാം, എന്തെങ്കിലും സ്പീക്കിംഗിലായിരിക്കാം, അല്ലെ എന്തിലെങ്കിലും ഒരു കാര്യത്തിൽ എല്ലാവരും എക്സ്പേർട്സ് ആ വേൾഡിൽ. ആ എക്സ്പെർട്ടീസിനെ എങ്ങനെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം മറ്റുള്ളവർക്ക്? അതിന് ആവശ്യക്കാരുണ്ട് ലോകത്ത്. അത് അറിയണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബട്ടൺ തുന്നലിലായിരിക്കും നിങ്ങൾ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ, ആ ബട്ടൺ തുന്നൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ആ സ്കില്ലാണ് ഇല്ലാത്തത്. ഒന്നിലും അവർ പഠിപ്പിച്ചു കൊടുക്കില്ല, അല്ലെങ്കിൽ നമ്പർ 2 അവർ പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് അറിയില്ല. ആ ഒരു സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യം അവിടെ നടക്കും. നിങ്ങൾ അവിടെ ലെഗസിയാണ് ക്രിയേറ്റ് ചെയ്യണത്. ഇതൊക്കെ ഓൺലൈനിൽ കൂടെ ചെയ്യാം. ലെഗസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാനും നിങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ അത് പഠിച്ചിട്ട് വളരുന്ന അടുത്ത തലമുറ ഉണ്ട് അവിടെ. ആ തലമുറക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ this is a best platform where you can use to develop and bring leaders, create leaders and create legacy. That's what I would say, the best platform. ഒരാളുകളും ഒരു അച്ചീവ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. പക്ഷെ നിങ്ങൾ ലോകം നമ്പർ 1 അഥവാ നിങ്ങളുടെ വേൾഡ് റെക്കോർഡ് 8 തവണ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ലഭ്യമായ അച്ചീവ്മെന്റ് വീണ്ടും തിരുത്തി ഉയരങ്ങളിലേക്ക് പോവാണ്. എന്നാൽ പല ആളുകളും ലഭ്യമായതിൽ അവിടെ ഒതുങ്ങിയിരിക്കുകയാണ്.
അവർ അവരുടെ മുഴുവൻ കഴിവിനെ പുറത്ത് കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നില്ല. പ്രത്യേകിച്ച് വളരെ ഓപ്പൺ ആയിട്ട് പറയാണ്, എനിക്ക് വലിയ വേൾഡ് മീൻസ് പരിചയമൊന്നും ഇല്ലെങ്കിലും മലയാളികൾ എന്ന് പറയുന്നത് അവരാരെങ്കിലും പോയിട്ട് ഇൻസ്റ്റിങ് ചെയ്യണം. ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ വരുന്നില്ല. മേ ബി ഓൺലൈൻ കോഴ്സ് കേരളത്തിൽ പരാജയപ്പെടാനുള്ള കാരണം അതാണ്. നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ അവരെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ സ്പാർക്ക് ചെയ്ത് സ്ക്രൂ ചെയ്തിട്ട് വിടണം. അല്ലാതെ ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ ഏത് ടൈമും കിട്ടും, അപ്പൊ അതെങ്ങനെയെങ്കിലും ആവട്ടെ ഞാൻ പാസീവായിട്ട് കളയാണ്. ഡീപ്പ് വർക്ക് നേച്ചർ മലയാളികൾക്കില്ല, ഷാലോ വർക്ക് നേച്ചർ ആണുള്ളത്. ഹൗ ക്യാൻ വി ഡെവലപ്പ് എ ഡീപ്പ് വർക്ക് നേച്ചർ? See, there is two things. It's a very powerful question, but let me put in two ways. Number one, നിങ്ങൾ ഒരു വെള്ളത്തിന് നോക്കി നടക്കല് നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങൾക്ക് ദാഹിക്കില്ല, നിങ്ങൾ അടുത്തു കൂടെ പോണ്ടിന്റെ അടുത്തു കൂടെ അല്ലെങ്കിൽ റിവറിന്റെ അടുത്തു കൂടെ പോയാൽ പോലും നിങ്ങൾ ആ വെള്ളത്തിനെ കാണൂല, നിങ്ങൾ ആ ജലത്തിന് വേണ്ടി തെരഞ്ഞു നടക്കില്ല. എന്നാണ് നിങ്ങൾക്ക് ദാഹിക്കുന്നത്, അന്നാണ് നിങ്ങൾ ആ വെള്ളത്തിന് ചോദിച്ച് കണ്ടുപിടിക്കും, നിങ്ങൾ ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും നിങ്ങൾ. നമ്പർ വൺ, നിങ്ങൾക്ക് ആ ഹങ്കർ ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് ആ തേഴ്സ്റ്റ് ഉണ്ടായിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അവിടെ നമ്പർ വണ്ണിൽ എത്താൻ പറ്റുള്ളൂ. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ പരാജയപ്പെട്ട വ്യക്തി ആയിരിക്കാം, പക്ഷെ അവിടെ നിങ്ങൾ അത് എത്തിപ്പെടാത്ത കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ദാഹമില്ലാത്ത കാരണം. നമ്പർ വൺ. നമ്പർ ടു, വിജയിക്കലല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സ്കൂളിൽ. അതല്ല, വിജയിക്കാൻ ആർക്കും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു ഫോർമുല ഉണ്ടെങ്കിൽ, ആ ഫോർമുല ഫോളോ ചെയ്ത് ഒരു വിജയിച്ച ഒരു വ്യക്തിയുടെ ഫോർമുല നിങ്ങൾ അതേപടി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നില്ല. സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു വീല് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യം, റീഇൻവെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി വിജയിച്ച ഒരു വ്യക്തിനെ ആദ്യം കണ്ടുപിടിക്കുക, ആ വ്യക്തി ഏതൊക്കെ സ്റ്റെപ്സ് ആണ് അയാളുടെ അടുത്ത് നോക്കുക, അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഫോർമുല എന്താന്ന് കണ്ടുപിടിക്കുക, ആ ഫോർമുല അപ്പടി ഫോളോ ചെയ്യുക, നിങ്ങൾ വിജയിക്കും. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ താങ്ങി നിർത്തുന്നതാണ് പഠിക്കേണ്ടത്. അവിടെയാണ് നിങ്ങളെ കഴിവ് വരുന്നത്. വിജയിക്കാൻ ആർക്കും പറ്റും, പക്ഷെ ആ വിജയം ചെറുതായിട്ട് ഒന്ന് തോറ്റു കഴിഞ്ഞാല് പിന്നെ അത് ഡിസാസ്റ്ററിലേക്കാണ് പോണത്. പിന്നെ ആ കമ്പനീന്റെ ആ ഓർഗനൈസേഷൻ നേതാവ് എന്ന നിലയിൽ നിങ്ങളാണ് ആ കമ്പനിയുടെ ഓർഗനൈസർ അല്ലെങ്കിൽ ലീഡർ എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആ താങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ കമ്പനി പോയി എല്ലാം പോയി നിങ്ങൾ ആ ചെയ്യലെന്താ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ കൊല്ലുക, എന്തെങ്കിലും ചെയ്യും. ദാറ്റ് ഈസ് നോത്തിങ്. വാട്ട് യു ഹാവ് ടു ലേൺ ഇസ്, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഫെയിൽ. സർവൈവൽസ് ആ പഠിക്കേണ്ടത്. ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങിൽ ഒന്ന് പഠിപ്പിക്കുന്നത് സർവൈവൽസ് ആണ്. അത് നിങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു. ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ്. ഇന്നിപ്പോ ഈ COVID-19 പറയുമ്പോൾ സർവൈവലാണ് ചെയ്യുന്നത്. എത്ര ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള തോന്നല് വരും. എല്ലാവരും ജീവിതത്തിൽ എല്ലാവരും മേലക്കും താഴത്തൊക്കെ പോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോ ബിസിനസ് തുടങ്ങി ഞാൻ സീറോ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ബട്ട് ഐ നെവർ ലെഫ്റ്റ് ദാറ്റ്. സോ നമ്പർ വൺ, യു നീഡ് ടു ഹാവ് ദ തേഴ്സ്റ്റ്. നമ്പർ ടു, യു നീഡ് ടു നോ ഹൗ ടു വിൻ ആഫ്റ്റർ യു ലൂസ് ആൻഡ് വാട്ട് ഹാപ്പൻസ് യു ലൂസ്. സർവൈവൽ. നമ്പർ ത്രീ അറിയേണ്ടത് രണ്ട് കാര്യമാണ്. നമ്മൾ എല്ലാവരും പഠിപ്പിക്കുന്നത് ഗോൾ സെറ്റിംഗ്. ബിഷാറും കേട്ടിട്ടുണ്ടാവുമല്ലോ ഗോൾ സെറ്റിംഗ് അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ് എന്റെ ഗോൾ എന്ന് വിചാരിക്കുക, ഇതാണ് എന്റെ ടോപ്പ് ഇതാ ഗോൾ. അത് ചിലപ്പോൾ വണ്ണം കുറക്കാന്നുള്ള ആവാം, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കിട്ടാന്നുള്ള ആവാം, അല്ലെങ്കിൽ ഹിമാലയ പർവ്വതം കയറിയിട്ട് എവറസ്റ്റിൽ എത്താന്നാവാം. ഓക്കെ, അത് നിങ്ങളുടെ ഗോളാണ്. ഇതാണ് നിങ്ങൾ എന്നുള്ള വ്യക്തി. നിങ്ങൾ എത്രയോ വർഷങ്ങൾ എടുത്തിട്ട് അതിന്റെ അധ്വാനം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിപ്പെടുന്നത്. ഗോൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറ്റുക? നിങ്ങളെ ഗോളൊക്കെ വിട്ടിട്ട് താഴോട്ട് വീണ്ടും ഒരൊറ്റ വീഴല. നിങ്ങൾ തടി കുറക്കാനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തടി കുറച്ചിട്ടുണ്ടാവും, പിന്നെ അത് തടി കൂടി നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അതിനേക്കാളും കൂടുതലായിട്ടുണ്ടാവും. നിങ്ങൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ പിന്നെ അവിടെ എത്തി ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം വിട്ട് താഴേക്ക് വരും. ഗോൾ സെറ്റിംഗ് എല്ലാം നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഗോൾ സെറ്റിംഗ് നിങ്ങൾക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഗോളിന്റെ മേലൊരു സാധനം ഉണ്ട്, ഗ്രോത്ത് സെറ്റിംഗ് ആണ്. അതിവിടെ ആരും പഠിപ്പിക്കില്ല. GROWTH, ദ ഗ്രോത്ത് സെറ്റിംഗ്. ഗ്രോത്ത് സെറ്റിംഗ് ആണ്. ഞാൻ ഈ ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷം, ഗോൾ കിട്ടിയതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതാ അത് പഠിപ്പിച്ചു കൊടുക്കണ്ട. അവിടെയാണ് നിങ്ങളുടെ കംപ്ലീറ്റ് കണ്ടിന്യൂറ്റി വരുന്നത് ജീവിതത്തിൽ. ഓക്കെ, ഒരു എവറസ്റ്റ് കീഴടക്കിയ ഒരു വ്യക്തി അത് ചെയ്തതിന് ശേഷം പുള്ളി എന്ത് ചെയ്യുന്നു അതാണ് നോക്കേണ്ടത്. അതാണ് വിജയം. അല്ലാതെ ഗോൾ സെറ്റ് ചെയ്ത് എവിടെ വിജയിക്കുന്നില്ല. വിജയിച്ചതിന് ശേഷം എന്ത് ചെയ്തു, അതിൽ ഏറ്റവും നല്ലത് വിജയിച്ച ശേഷം പുള്ളി പഠിപ്പിച്ചു കൊടുക്കണം, മറ്റുള്ളവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയാം. ലീഡർഷിപ്പിൽ നമ്മൾ അറിയണം എങ്ങോട്ടാ പോകണമെന്നുള്ള അറിയണം, അങ്ങോട്ട് പോയിരിക്കണം, അതിനുശേഷം മറ്റുള്ളവരെ അങ്ങോട്ട് നയിക്കുക എന്നുള്ളതാണ്. ആ ഗ്രോത്ത് ആണ് നിങ്ങളുടെ ആ സന്തോഷം നിങ്ങൾ കണ്ടെത്തല്. ആ ഗ്രോത്ത് ആണ് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, നിങ്ങൾക്ക് ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിലാണ് നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുക. അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്തിട്ട് ആർക്കും സന്തോഷം കിട്ടിയില്ല.
Goal is not the result of one day. It's the result of what you do every single day. Am I right? നിങ്ങൾക്ക് ഒരു ദിവസം ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് വെച്ചാൽ അന്ന് നിങ്ങൾക്ക് അംഗീകാരം കിട്ടുന്ന ദിവസമാണ്. പക്ഷെ അംഗീകാരം കിട്ടാൻ വേണ്ടി നിങ്ങൾ എത്രയോ ദിവസങ്ങളും ഈ മതിൽ കയറി മേലെ എത്തിയിട്ടുണ്ട്. അംഗീകാരം കിട്ടുന്ന ദിവസമാണ് ഈ ഗോൾ. പക്ഷെ അതിലായിരിക്കരുത് നിങ്ങൾ നിൽക്കേണ്ടത് കുറച്ചും കൂടെ മേലോട്ട് പോയിട്ട് ഗ്രോത്തിലാണ് നിൽക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത് കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം. That's what you have to look for. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് പിന്നീട് ഒരു ജോലി ഇല്ലാതെ നടക്കുന്നത്. എന്താണ്? കാരണം അവര് മാർക്ക്, അച്ഛൻ അമ്മ മാർക്ക് ടീച്ചർ പറഞ്ഞ 100% മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ലോകത്ത് ഇന്ന് മാർക്കറ്റിൽ അവർക്ക് വാല്യൂ ഇല്ല. കാരണം വെച്ചാൽ അവർ ഗ്രോത്ത് സെറ്റ് ചെയ്തില്ല, ഗോളാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ പലപ്പോഴും പല ആളുകളും മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയാണ് ചെയ്യുന്നത്. എന്താ നിങ്ങളെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് മോട്ടിവേഷൻ സ്പീക്കറിന്റെ പദത്തിനോട് വളരെ അലർജിയാണ്. വളരെ അലർജി. ഞാൻ പല ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നോട് ചോദിക്കാതെ ഫാറൂഖ് സെൻസെ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ആഡ്സ് ടോപ്പ് ന്യൂസ് പേപ്പേഴ്സ് തന്നെ അവരോട് ഞാൻ പറഞ്ഞു, യു ഗോട്ട് റിമൂവ് ദാറ്റ്, അത് മാറ്റിയില്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ല. വൈ? ബിക്കോസ് ഐ എം നോട്ട് എ മോട്ടിവേഷൻ സ്പീക്കർ. ആർക്കും മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടും കാര്യമില്ല. കാരണം മോട്ടിവേഷൻ ഹാസ് ടു കം ഫ്രം വിത്തിൻ യു. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്പീക്കർ നിങ്ങൾ എടുത്തോളൂ, ടോണി റോബിൻസിനെ എടുത്തോളൂ, അല്ലെങ്കിൽ ലെസ് ബ്രൗൺ എടുത്തോളൂ, ജോൺ മാക്സ്വെൽ എടുത്തോളൂ, ജാക്ക് ആൻഡ് ഫീൽഡിനെ എടുത്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ റോബിൻ ശർമാനെ എടുത്തോളൂ. അവരൊക്കെ നന്നായി നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മൂന്നാം ദിവസം മോട്ടിവേഷൻ പോകും. സോ നിങ്ങൾക്ക് ഒരിക്കലും ആ മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റില്ല. മോട്ടിവേഷൻ എപ്പോഴാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിൽ കാണും. ഒരു ബോക്സിംഗ് റിംഗ് ആണ്. ആ ബോക്സിംഗ് റിംഗിൽ സൈഡിൽ അല്ലെങ്കിൽ കോർണറിൽ നിൽക്കുന്ന നിങ്ങളുടെ ടീംമേറ്റ്സിന്റെ അവരെ പറയും, കം ഓൺ പഞ്ച് ഹിം ലെഫ്റ്റ് ഓർ റൈറ്റ്, ഗിവ് എ ഹുക്ക് പഞ്ച്. That is called motivation. Motivation അത് കഴിഞ്ഞാൽ പോയി. സോ ഏറ്റവും നല്ല മോട്ടിവേഷൻ സ്പീക്കർ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ പമ്പ് ചെയ്യുള്ളൂ. ഇതിന്റെ ഭയങ്കര ദോഷങ്ങളുണ്ട്. കാരണം പമ്പ് ചെയ്തിട്ട് ആൾക്കാർ വലിയൊരു പമ്പിൽ പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാതാവുമ്പോൾ പിന്നെ അവർ നേരെ താഴോട്ടൊക്കെ പോകണം, ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ യു ഗോട്ട് ടു ബി എ ഇൻസ്പിറേഷണൽ പേഴ്സൺ. നിങ്ങളൊരു ഇൻസ്പിറേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മോട്ടിവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന വാക്കുകൾ, നിങ്ങൾ പറയുന്ന എക്സാമ്പിൾസ് അപ്പടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ വളരും. നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. What you have to be an inspiring leader. You have to be an inspiring speaker. That's what I focus on, not on motivation speaking, nothing. I make it very clear. If you can inspire people, if you can influence people, automatically you are creating leaders. ഞാൻ ചോദിക്കട്ടെ ബിഷാറിനോട്, എത്രയോ നേതാക്കന്മാരെ ഇന്ന് ഈ ലോകത്തില്ല. ഇന്നില്ലേ ലോകത്ത്, മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്നും നമ്മൾ അവരെ ഫോളോ ചെയ്യണില്ലേ? വർഷങ്ങളായിട്ട് മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ സെഞ്ചുറീസ് ആയിട്ട് മരിച്ചു പോയിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യില്ലേ? അവരെന്താ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ? No, they are inspired us. So if you want to be a motivational speaker, forget about motivation and become an inspiring speaker. Okay, thank you. വളരെ വിലപ്പെട്ട സമയം ബിഷർ ടോക്സ് എന്ന ഈ ചാനലുമായി നിങ്ങൾ പങ്കുവച്ചു. എന്തായാലും നിങ്ങളുടെ ആ സമയത്തിന് നന്ദി അറിയിക്കുകയാണ് പ്രേക്ഷകർക്ക് വേണ്ടി. Okay, we can meet again once again after COVID. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. Thank you. My pleasure.